നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റു കുടുംബ ഭാരങ്ങളോ ബാധ്യതകളോ ഒന്നും ഏറ്റെടുക്കണ്ടെന്നുള്ള ഒരു വാക്ക്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് മാറ്റിക്കൂടെ? ശാരദേ, അത് ഗോപാലേട്ട, അച്ഛൻ സന്യാസം ഒരു മാനസികാവസ്ഥയാ. ഗൃഹസ്ഥാശ്രമിക്കും സന്യാസിയാവാം. അച്ഛൻ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. മോള് രാജീവിനൊപ്പം പോ. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവസാന കാലത്ത് തൊണ്ടയിലേക്ക് ഇത്തിരി വെള്ളം എത്തിച്ചു കൊടുക്കാൻ ആളില്ലാതെ ശാരദ വിഷമിക്കില്ല. നിങ്ങളെ 3 മക്കളെ വളർത്തി വലുതാക്കിയതിന്റെ, ഗോപാലകൃഷ്ണന് വിവാഹം കഴിച്ചു പോയതിന്റെ ശിക്ഷയാവില്ലത്. നിങ്ങളെയൊക്കെ മനസ്സുകൊണ്ട് വിട്ട് അച്ഛനെങ്ങോട്ട് പോവാനാടി? പോയാലും നിങ്ങളെ എന്റെ ഹൃദയത്തിൽ വെച്ച് കൂടെ കൊണ്ട് നടക്കണ്ടേ ഈ തടി വീഴുന്നത് വരെ? നീ എന്തിനാ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, വാ, വാ. മോളിങ്ങി വന്നേ. കണ്ടില്ലേ, ഗോപാലകൃഷ്ണ ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? കുറച്ചു മുമ്പ് വരെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവള് തന്നെയാണോ രാജീവിന് വേണ്ട പെണ്ണെന്ന്. ഇപ്പൊ ആ സംശയം മാറി. ഇവൾക്കൊരു ജീവിതത്തിന് വേണ്ടി അച്ഛനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലല്ലോ ഇവള്. അങ്ങനെയുള്ള പെണ്ണുങ്ങള് ഭർത്താവിന്റെ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും കൈവിടില്ല. ഇവളിപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ പുണ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ മധുരങ്ങ എടുത്തേ. കഴിക്കുമോനെ. വേണ്ടമ്മ, ഒരല്പം കഴിക്കുമോളെ. എന്താ മോളെ? അയ്യോ മോളെ, ശാരികേ.
എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? AC വണ്ടിയിൽ ഇത്രയും ദൂരം അടച്ചു കെട്ടിയിരുന്ന് യാത്ര ചെയ്തതിന്റെ ആയിരിക്കും മോളെ. സാരമില്ല. പത്മജ, കുറച്ച് വെള്ളം കെടുക്കൂ മോളെ. ഇന്ന് മൊത്തം നിൽപ്പല്ലായിരുന്നോ? കാര്യമായിട്ടൊന്നും കഴിച്ചതുമില്ലല്ലോ. ഗ്യാസ് കയറിയിട്ടുണ്ടാവും. വേഗം കൊണ്ടുപോ പത്മജ. ദവാ കഴുകും മോളെ. വാ മോളെ. ഒന്ന് കിടന്ന എല്ലാം ശരിയായിക്കോളും. മോനെ, ഇവളെ കൊണ്ട് റൂം കാണിച്ചു കൊടുക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. വാ. വിജയലക്ഷ്മി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കാണാനും പരിചയപ്പെടാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അവൾ ഇനി ഇവിടെ തന്നെയുണ്ട്. ഞാനൊന്ന് കിടന്നുറങ്ങാൻ പോവുക വിജയേ. അത്രയും ദൂരം കാറിലിരുന്ന് നടു തകർന്നു. വിജയേ, ഇപ്പോഴിത് നിങ്ങൾ എടുത്തു ചാടി ചെയ്യണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. അവള് രാജീവിനെ വിട്ടു പോയിട്ട് മാസം കുറച്ചായില്ലേ? ഇപ്പം വയറ്റിലുണ്ടെന്ന് പറഞ്ഞ ഇനി ബാലചന്ദ്രൻ അത് കൈയേക്കുവോ? അവനത് രാജീവിന്റെ തലയിൽ വെച്ചിട്ട് പോവും. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. എന്റെ മാതാവേ, ഇതൊക്കെ കാണാനുള്ള യോഗം നീ എനിക്ക് തന്നല്ലോ. ഇത് തന്നെയാ വേണ്ടത് വിജയലക്ഷ്മി. ചൂലെടുത്ത് അടിച്ചിറക്കണം. തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയാണോ അവള് ചെയ്തത്? ഇതേ ശാരികയ്ക്കുള്ളതല്ല ജയ്സമ്മേ, ഇത് നിങ്ങൾക്കുള്ളതാ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയ ഇത് നിങ്ങളുടെ പുറത്തിരിക്കും. അത് ഇപ്പൊ ഇറങ്ങിക്കോ ഇവിടുന്ന്. അല്ല, അത് ഇറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ലെങ്കിൽ തന്നെ നെല്ലിശ്ശേരി കുടുംബത്തിലെ മേഡം ഏറ്റാ പിന്നെ എന്ത് പ്രശ്നമാ? എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. നാളെ ഞാൻ ക്യാഷ് എത്തിക്കാം. ഓ ശരി മാഡം, അങ്ങനെ ആയിക്കോട്ടെ. ആ ചേച്ചി, ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഇനി ഇതിനെ കുറിച്ച് ഓർത്ത് അവിടെ ആരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഒന്ന് വഴി തരും. ആ പെങ്കോച്ചേറ്റതുകൊണ്ട് ഇന്നൊരു ദിവസം അവധി കൂടി ഞാൻ തരുന്നു. അത് നിന്റെ സഹോദരിയെ വിശ്വസിച്ചല്ല, നെല്ലിശ്ശേരി എന്ന പേരിലുള്ള വിശ്വാസം കൊണ്ട്. നിനക്കിത് നേരത്തെ ചെയ്തുകൂടായിരുന്നോടാ. ഒരു വാക്ക് പറഞ്ഞാ 9 അല്ല 90 വരെ തരാൻ പാങ്ങുള്ളവരാ നെല്ലിശ്ശേരിക്കാര്. നാളെ ഈ സമയം ഞാനിവിടെ വരും. ബാക്കി അപ്പം. ആ എന്റെ അമ്മേ, ഇന്ന് ഭയങ്കര ക്ഷീണം. മീറ്റിംഗും യാത്രയും എല്ലാം കൂടി തലയ്ക്ക് സ്ഥിരതല്ലതായി. സത്യം പറഞ്ഞ എല്ലാം മതിയാക്കിയിട്ട് ചുമ്മാ വീട്ടിലിരിക്കാൻ തോന്നുക. എന്തായാലും നാളെ ചിലപ്പോഴേ ഞാൻ ഓഫീസിൽ പോകും. നമുക്ക് നാളെ ഒന്ന് കറങ്ങാനൊക്കെ പോയാലോ? എന്താ? അത് ശരി. അപ്പൊ ഞാനീ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഹലോ. ഇത് ഏത് സ്വപ്ന ലോകത്താ? സച്ചേട്ടൻ എപ്പോ വന്നു? ആ ബെസ്റ്റ്. അപ്പൊ ഞാൻ വന്നതുപോലും താൻ അറിഞ്ഞില്ലേ? വന്ന് ഞാൻ തന്നോട് സംസാരിക്കുകയും ചെയ്തു. ഒന്നുമില്ല എന്ന മറുപടി പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ തന്റെ മുഖത്തൊരു ടെൻഷൻ?
എനിക്ക് തോന്നിയതാവും അല്ലേ? ആ അതെ, അല്ലാതെ എനിക്കെന്ത് ടെൻഷന്? ശരി, സമ്മതിച്ചു. അപ്പോ താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ താൻ എനിക്ക് തന്റെ സ്പെഷ്യൽ ബ്ലാക്ക് കോഫി ഇട്ട് തരും. ഞാനെന്തിനാ സച്ചിനോട് കള്ളം പറയുന്നു? ഞാനിപ്പോ കോഫി കൊണ്ടുവരും. എന്താ അർച്ചന? ചേച്ചി, നാളത്തേക്കുള്ള പൈസ എല്ലാം ശരിയായോ? ചേച്ചി പറഞ്ഞതുകൊണ്ട് അനൂപേട്ടന് അയാൾ ഇന്നൊരു ദിവസത്തെ അവധി കൂടി കൊടുത്തത്. നാളെ അയാൾക്ക് 9 ലക്ഷം രൂപ തികച്ചും കൊടുത്തേ പറ്റൂ. ചേച്ചി എന്ത് വഴിയാ കണ്ടിരിക്കുന്നെ? സച്ചേട്ടനോട് ചേച്ചി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും കാശ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നേ? ഹലോ ഹലോ ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ തനിക്ക് വയ്യേ? ഏയ് ഒന്നുമില്ല, സച്ചിന് വെറുതെ തോന്നുന്നതാ. എന്തേന്ന് ഓഫീസിൽ പോവാത്ത? ഓ വയ്യടോ, ഒരു മൂടില്ല. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കാന്നല്ലാതെ വേറെ എന്താ ഗുണം? ആ എങ്കിലേ നമുക്കൊന്ന് പുറത്തു പോവാം. ഒരു ഷോപ്പിംഗ്, ഒരു സിനിമ, ചെറിയൊരു കറക്കം. എന്തു പറയുന്നു? അത് ഇന്ന് എനിക്കൊരു സുഖം തോന്നില്ല സച്ചേട്ടാ. സച്ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോയിക്കോ, നമുക്ക് നാളെ പുറത്തു പോവാം. ഇന്ന് ഓഫീസിൽ പോവാതിരിക്കണ്ട, നാളെ ഉറപ്പായിട്ടും പോവാം. മുൻപൊക്കെ ഞാൻ ഓഫീസിൽ പോകുന്നില്ലെന്ന് പറയുമ്പോൾ തനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇപ്പൊ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് പ്രശ്നമായാലും പ്രതിസന്ധിയായാലും അതെല്ലാം വേഗം തീർത്തിട്ട് താൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഒരുമിച്ചുള്ള 6 മാസം ഞാനായിട്ട് നമ്മുടെ സന്തോഷത്തെ മാറ്റി നിർത്തി. ഇനി മുന്നോട്ട് അത് താനാകരുത്. എന്ത് കാര്യങ്ങളാണോ തന്നെ അലട്ടുന്നത് അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളെ ഇനിയും നമ്മളായിട്ട് തന്നെ നശിപ്പിക്കണ്ട. സച്ചേട്ടൻ പറഞ്ഞ ശരിയാ. ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതെല്ലാം എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതുവാ. അതില് ഏറ്റവും എന്റെ മനസ്സമാധാനം കളയുന്ന പ്രശ്നം കുറച്ച് വലുതാ. അതും ഉടനെ ഞാൻ പരിഹരിക്കും. പിന്നെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. എന്റെ കൈവിട്ട് പോകുന്ന തോന്നുന്ന നിമിഷം സച്ചേട്ടനോട് ഞാൻ എല്ലാം പറയാം. പുറകില് സച്ചേട്ടനുള്ള ധൈര്യത്തിലാ ഞാൻ എല്ലാത്തിനും ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന. അതെ മതി മതി, എന്തോ വലിയ യുദ്ധം ചെയ്യാൻ പോകുന്ന പോലാണല്ലോ സംസാരം. ബാക്കിയെല്ലാം മറന്നിട്ട് താൻ എന്തെങ്കിലും കഴിക്കാടുത്ത് വെക്ക്. സച്ചേട്ടൻ എവിടേക്കാ? ഓഫീസിൽ പോകാൻ റെഡിയാവൻ. താനല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ബോറടിക്കുന്നൊക്കെ. എന്താ പോണ്ടേ? ആ പോണം. സച്ചേട്ടൻ പോയി റെഡിയാവാ, ഞാനേ കഴിക്കാനെടുക്കാം. താനതും കൊണ്ടെങ്ങോട്ടാ? സോറി. സച്ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ വാഷ്റൂമിലേക്ക്. ആ ടവല് ഞാൻ എടുത്തരാം. സച്ചേട്ടൻ പോയി കുളിക്കുക. വേഗം റെഡിയാവാ, സമയായി, വൈകും.
എങ്കിൽ ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എത്ര രൂപ അനുപേട്ടൻ തരാനുണ്ടെങ്കിലും നാളെ ഞാനത് തന്നു തീർത്തിരിക്കും. നിങ്ങൾക്കതിൽ ഒരു സംശയവും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ ഈ ധാർമ്മിക രോഷം അന്ന് എവിടെ പോയി? എന്റെ മകളുടെ കല്യാണം മുടക്കാനല്ലേ നീ അന്ന് വന്നത്? അല്ലേന്ന്? ആ കല്യാണം സഞ്ജു ഇഷ്ടപ്പെട്ടതല്ല. ഈ കല്യാണം ഞാനും ഇഷ്ടപ്പെടുന്നില്ല. അന്ന് നീ വന്ന സ്ഥാനത്ത് തന്നെയാ ഞാനും നിൽക്കുന്നത്. മംഗലശ്ശേരിക്കാർ വാക്കു പറഞ്ഞ് നടത്തിയ വിവാഹമായിരുന്നു അത്. അവരയച്ച ദിവസക്കുറി വരെ എന്റെ കയ്യിലുണ്ട്. വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അത് പറയാനുള്ള തന്റെ ഇടം ഇവൻ എന്താ ഇല്ലാതെ പോയത്? സഞ്ജു, എന്നെയും എന്റെ മോളെയും ചതിച്ച് നാണം കെടുത്താനായിരുന്നില്ലേ ഇവനും നീയും ഒക്കെ പ്ലാൻ ചെയ്തത്? ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാതിരുന്നത് എനിക്കും ഒരു ദിവസം വരുമെന്ന് കരുതിയ. തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്ക്. ഒരു ബുള്ളറ്റിൽ ദക്ഷ ഇവന്റെ തലച്ചോറ് തെറിപ്പിക്കും. അങ്കിളെ, പോലീസിനെ വിളിക്കേ. വിളിക്കടാ. പുറപ്പെടുമ്പോൾ കൈവിലങ്ങ് കൂടി കരുതാൻ പോലീസിനോട് പറഞ്ഞേക്ക്. ഈ കതിർമണ്ഡപത്തിൽ നിന്നും കൈവിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുപോണം. അത് ദക്ഷയുടെ കൈകളിലായിരിക്കില്ല, കല്യാണ പയ്യന്റെ കൈകളിലായിരിക്കും. ഒന്നും കരുതാതെയല്ല ദക്ഷ ഈ കളിക്കിറങ്ങിയത്. നിങ്ങളിൽ ഒന്നിനെ പോലും കൊന്നുകളയാതെ ബാക്കി വെച്ചതും ഇങ്ങനൊരു സമയത്തിനു വേണ്ടിയാ. സഞ്ജുവിനെ നീ എന്ത് ചെയ്യുന്നടി പറയുന്നേ? അമ്മു എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷ്മി, മംഗലശ്ശേരിക്കാരുടെ കാവൽ മാലാഖ. നീ ഈ സമയം എന്റെ മുന്നിൽ വരുമെന്ന് എനിക്കറിയായിരുന്നടി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം. പകരം വേണ്ടത് എന്താന്ന് ചോദിക്ക. എനിക്ക് വേണ്ടത് ദേ ഇവന്റെ ജീവനാ. എന്താ നീ തരുവോ? ഇവന്റെ ജീവന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അർഹതയുള്ളവൾ നീ തന്നെയാ. പകരം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ജീവൻ തന്നാലോ? ദക്ഷയെ ഭീഷണിപ്പെടുത്തുന്നോടി നീ? നമ്പീശ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഞ്ഞൊന്ന് അമർത്തിയ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ഗോപിയുടെ നീ ലോകത്തോടങ്ങ് വിടയും പറയും.
പേടിക്കണ്ട, വേദനിക്കില്ല. ഇത് ഇഞ്ചെക്ട് ചെയ്താൽ മതി. സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊള്ളു. ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാർഡിയാക് അറസ്റ്റ്. അങ്ങനെ വിശ്വസിച്ചോളൂ എല്ലാവരും. ഈ മെമ്മറി കാർഡ് ഒന്ന് പ്ലേസ് ചെയ്യാം. പാസ്വേഡ് ചോദിക്കുന്നുണ്ടല്ലോ. അല്ല, ഇത് പാസ്വേഡ് ലോക്കാണല്ലോ. ആ അതെ. പാസ്വേഡ് അറിയോ? ഇല്ല, അറിയില്ല. അതിപ്പോ അമ്മയ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. പാസ്വേഡ് അറിയാതെ ഇതെങ്ങനെയാ ഇപ്പൊ ഓപ്പൺ ചെയ്യാ? ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഗായത്രി ചേച്ചി മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി ആ പാസ്വേഡ് ഒക്കെ എങ്ങനെ അറിയാനാ? എടാ വിശാലേ, ഭാഗ്യം എന്റെ കൂടെയാ. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. സാരമില്ലടാ മോനെ, വിട്ടുകളയെ. മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇതിലെന്താണെന്ന് അറിയാനുള്ള വിധി നമുക്കില്ല. എന്താണെന്ന് അറിയണോന്ന് എനിക്കുണ്ടായിരുന്നു മോനെ. നിന്നെ പോലെ പ്രയാസം എനിക്കുണ്ട്. എന്ന് കരുതി അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ആ, സമാധാനിക്ക്. ദാ, ഈ കൊലുസും ചാവിയും മോൻ തന്നെ വെച്ചേക്ക്. ദാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ആ കിളവൻ ശേഖർ പറഞ്ഞത് ശ്രദ്ധിച്ചോ? മെമ്മറി കാർഡിൽ ചിലപ്പോ ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളായിരിക്കുമെന്ന്. അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചത്താലും ഗായത്രി ദേവിയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു പോവില്ലാന്ന് വെച്ചാ അതൊരു വലിയ ദുര്യോഗമാണ്. തീർക്കണം. നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തി അവസാനിപ്പിക്കണം. വിശാൽ സർ, എന്തു പറ്റി? ഈ പാല് കുടിച്ചേ. പാർവതി, നീ എനിക്ക് ഈ പാലില് കുറച്ച് ഉറക്ക ഗുളിക കലർത്തി തരുമോ? എന്താ വിശാൽ സർ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു പറ്റി? മനസ്സാകെ അസ്വസ്ഥമാണ് പാർവതി. വല്ലാത്തൊരു വിഷമത്തിലാ ഞാൻ. ഇങ്ങനെ പോയാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്താ സാറിന്റെ വിഷമം? ഇപ്പൊ എന്താ പറ്റിയത്?
ഇന്ന് ആ മെമ്മറി കാർഡ് പ്ലേ ചെയ്ത് അതിനുള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണമെന്ന് കരുതിയതാ ഞാൻ. 14 വർഷമായി ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒടുവില് ഇന്നെല്ലാം ഒത്തു വന്നായിരുന്നില്ലേ? എന്നിട്ടും ആ മെമ്മറി കാർഡിനുള്ളിൽ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ കാർഡിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രഭാവതി അമ്മയ്ക്ക് എത്രമാത്രം ഉത്കണ്ഠ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ആകാംക്ഷയും ടെൻഷനും അമ്മയ്ക്കായിരുന്നിരിക്കാം. ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതില് എന്നെപ്പോലെ തന്നെ അമ്മയെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഗായത്രി അമ്മ എന്തോ രഹസ്യം ആ മെമ്മറി കാർഡിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പാ. ഇനി അതറിയണമെങ്കിലേ ഗായത്രി അമ്മ നേരിട്ട് തന്നെ വരണം. എത്ര റിസ്ക് എടുത്തിട്ടായാലും അത് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാ. വിശാൽ സാർ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ആ കാർഡ് തുറക്കാൻ വേണ്ടി വിശാൽ സാറിന് കഴിയും വിധം പരിശ്രമിക്കണം. ആദ്യത്തെ ചുവട് വെച്ചാൽ പിന്നീടുള്ള വാതിലുകൾ താനെ തുറക്കുമെന്ന് ഗായത്രിയമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ അമ്മ എന്റെ മുന്നിൽ വരുമ്പോ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അമ്മയോട് ചോദിക്കാം. സാറ് ധൈര്യമായിരിക്കും. അതിനുള്ളിലെ രഹസ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കും. ഇത് പാർവതിയാ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളുടെ നന്മ മാത്രം ഓർത്ത് പിന്നാലെ നടന്ന് ശുശ്രൂഷിക്കുന്ന ഈ അമ്മയെ താൻ മറന്നുപോയില്ലേ? ഞാനിങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന എന്തിനാ? എന്റെ ഭാര്യ സന്തോഷമായിട്ടിരിക്കുക. അവളൊരു വലിയ പാട്ടുകാരിയായി കാണാൻ ഒരു നിമിഷം നീ എന്റെ സ്നേഹം അത് നീ ഓർത്തോ? പറയ്. എവിടെയായിരുന്നു? പറയാനല്ല പറഞ്ഞത്. എന്നോടല്ലേ ചോദിക്കുന്നത്? ഞങ്ങളെ ചതിച്ച എന്തിനാ? പറ. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എല്ലാത്തിനും മാപ്പ്. ഈ ശമ അപ്പോഴുള്ള ദേഷ്യത്തിന് ശ്യാമ കരയില്ലേ? ഈ ശമ കരയാതെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. കരയില്ലേ? എടോ, തനിക്കെന്തോ അബദ്ധം പറ്റിയാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരിക്കലും താൻ ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അത് അപ്പൊ ഞാൻ ഓർത്തില്ല. എടോ, അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ തന്നോട് അത് പോട്ടെ, കരയില്ലേ? ഞാൻ GK സാറിനൊന്ന് വിളിക്കട്ടെ? റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. സമ്മതിച്ച ഭാഗ്യം. തനിക്കിനി പാടാൻ വിഷമമൊന്നുമില്ലല്ലോ? കരയില്ലേ? ഓക്കെ, കണ്ണു തുടക്കേ. ഞാനൊന്ന് സാറിനെ വിളിച്ചു നോക്കട്ടെ.
ആ ജി കെ സർ, ശ്യാമയെ കണ്ടു. സാർ അത് പിന്നെ സോറി. ഇല്ല സർ, ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാം ഞാൻ കാരണമല്ലേ? എല്ലാരോടും എങ്ങനെയാ മാപ്പ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ വിട്ടുകളയെ, മനസ്സ് ഫ്രഷാക്കി വെക്കുക. ആ പാട്ട് എങ്ങനെ നന്നായിട്ട് പാടാം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ സാറ് വന്നു. സർ, ഞാൻ ചെയ്തത് വലിയ തെറ്റാ. മാപ്പ് പറഞ്ഞാലും തീരാത്ത തെറ്റ്. അങ്ങനെ സംഭവിച്ചു പോയി. എല്ലാവരും എന്നോട് പൊറുക്കണം. അഖില് വിളിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ തിരിച്ചു വന്നത്. എന്റെ ഈ പാട്ടിന് ശ്യാമയുടെ ശബ്ദം അല്ലാതെ മറ്റൊരു ശബ്ദം എനിക്ക് സങ്കല്പിക്കാനാകില്ല. ഇത് ശ്യാമ പാടിയാലേ ശരിയാകൂ എന്നൊരു തോന്നൽ. അതാ. എന്തൊക്കെ പറഞ്ഞാലും താൻ ഞങ്ങളോട് ചെയ്തത് വലിയ മോശമായി പോയി. അറിയാം സാർ, ചെയ്തത് വലിയ തെറ്റാ. പക്ഷെ നിങ്ങളുടെ രണ്ടാളുടെയും വലിയ മനസ്സാ, അതാ നിങ്ങൾ തിരിച്ചു വന്നേ. എന്നും അതിന്റെ നന്ദിയും കടപ്പാടും ഞങ്ങൾ മറക്കില്ല സാർ. ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് സമയം കളയണ്ട. ആദ്യം ജസ്റ്റ് ഒരു റിഹേഴ്സൽ. ഇന്ന് തന്നെ റെക്കോർഡിംഗ് നടക്കണം. വരൂ. വാ. അമ്മ ശ്യാമ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല മോളെ. കേക്കണം. ആണോ? എന്ത് രസാന്നറിയോ? അതെയോ? എന്നാ ശ്യാമ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് എന്നെ കാര്യം. എന്നാ അമ്മയും ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കോ? ഇരിക്കാലോ, ഞാനും ഇരിക്കാം. അപ്പൊ അമ്മയും മ്യൂസിക് പഠിക്കോ? ഞാനും പഠിക്കാം. അയ്യോ അമ്മേ, ഇന്നൊരു നോട്ട്ബുക്ക് കൊണ്ട് ചെല്ലാനാ ശ്യാമ ചേച്ചി പറഞ്ഞത്. അതും മറന്നു. അയ്യോ, സാരമില്ല, നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. അമ്മേ, പൈസ തന്നെ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ഒറ്റയ്ക്കോ? ഞാൻ പോവാ അമ്മേ, പ്ലീസ് പ്ലീസ്. ഓ ദാ സമ്മതിച്ചു. സൂക്ഷിച്ചു പോണേ, അമ്മ ക്രോസ് ചെയ്യിപ്പിക്കാം. പൊക്കോ. ഈശ്വരാ, അയ്യോ. അഭിരാമി, ഒന്നേ. അഭിരാമി, 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 അഭിരാമി നിക്ക്. അഭിരാമി ഒന്ന് നിൽക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
കുടിക്ക്. ഒട്ടും മിച്ചം വെക്കരുത്. വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൂടെ തരാം. പായസം വല്ലാണ്ടൊക്കെ പിടിച്ചു അല്ലേ മുരളി? അവളുടെ ഒരു മാംഗല്യ ഭോജനം. ഇത് മാംഗല്യ ഭോജനമല്ല, മരണഭോജനമാ. മാരണഭോജനം. ഓരോരുത്തരെ കൊലക്കി കൊടുക്കാൻ ഇറങ്ങിക്കോളും. ലോകത്ത് മനുഷ്യത്വം എന്തെന്നറിയാത്ത ഈ ശവത്തിനെ പ്രേമിക്കാനാണല്ലോ ഈശ്വര എന്റെ വിധി. മുരളി, എന്താ എടുത്തി? ഇത് കഴിച്ചോളൂ. നല്ല പായസം. ഞാൻ കഴിച്ചല്ലോ. നേരത്തെ കണ്ടില്ലേ ഞാൻ പായസം കഴിക്കുന്നത്? കണ്ടു കണ്ടു. പായസം കഴിച്ചതല്ല, കഴിച്ച പായസം ഉണ്ടാക്കിയ പൊല്ലാപ്പാ ഞാൻ കണ്ടത്. ഐ എം സോ സോറി മുരളി. ആരതി മുരളിയോട് തെറ്റുകളാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവൾക്ക് വേണ്ടി ഞാൻ മുരളിയോട് ക്ഷമ ചോദിക്കാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല എടുത്തി. അവൾ എന്തൊക്കെ ചെയ്താലും അവളോടുള്ള എന്റെ ഇഷ്ടത്തിന് ഒരർത്ഥത്തിലും കുറവ് വരില്ല. അവളെ ഞാൻ വെറുക്കില്ല ഒരിക്കലും. ആ കാര്യത്തിൽ ഏട്ടത്തിക്ക് എന്നെ ഉറപ്പു തരാം. എനിക്കറിയാം മുരളിക്ക് അവളോടുള്ള ഇഷ്ടം എത്രയാണെന്ന്. അതിന്റെ മാറ്ററിയാനുള്ള മനസ്സ് പക്ഷെ അവൾക്കുണ്ടായിട്ടില്ല. എന്തിലും അവൾക്ക് ദുശാഠ്യോ. ചെറുതിലെ ശാസിച്ച് വളർത്താത്തതിന്റെ ദോഷ. അതൊക്കെ മാറ്റിയെടുത്ത് അവളെ ഒരു നല്ല കുട്ടിയാക്കണം, നല്ലൊരു ഭാര്യയോ ആക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് സാധിക്കില്ല. അതിനുവേണ്ടി മുരളി വേണം എന്റെ കൂടെ നിൽക്കാൻ. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടോ ഏട്ടത്തി? സഹിയിട്ട് പോയ ചില സമയങ്ങളിൽ ഞാൻ ചില പരുഷ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഉണ്ടാവാൻ നോക്കിക്കൊള്ളാം. മതി, അത് മതി. ദാ ഇത് കഴിക്ക്. വായിലെ ആ ചവർപ്പൊക്കെ ഒന്ന് മാറട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എഴുന്നേറ്റ് പോയി തറയിൽ കിടന്നേ. നീ പോടി നിന്റെ പാട്ടിന്. ഇത് എന്റെ മുറി, എന്റെ കട്ടിലുവാ. ഇവിടെ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ പോയി വല്ല റെയിൽവേ ട്രാക്കിൽ കിടക്ക്. പോടുന്നു. ഓഹോ, അങ്ങനെയാണോ? എന്നാലേ ഇവിടെ കിടക്കാനേ എന്നോട് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കും. എണീറ്റ് പോകേണ്ടത് നിങ്ങളാ. എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കിടന്നതും കിടക്കുന്നതും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിലത്ത് കിടന്നു എന്ന് കരുതി എന്നും അങ്ങനെ കിടക്കുമെന്ന് നീ കരുതരുത്. മനസ്സിലായോ? ഞാൻ ഈ കട്ടിലിൽ തന്നെ കിടക്കും. നിനക്ക് പോവാം. ശരി, താൻ കിടന്നു. ഞാനും ഇവിടെ തന്നെ കിടക്കും. ദേ, ഈ തലയണ മറികടന്ന് ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാം എന്റെ തനി സ്വഭാവം. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഈടാ, ഇതിൽ കൂടുതൽ എന്തോന്ന് തനി സ്വഭാവം. മിണ്ടാതെ വായ അടച്ച് കിടക്കാൻ നോക്കുവച്ചേ. അവളുടെ ഒരു തനി സ്വഭാവം.
എന്താ എന്തുപറ്റി? അതൊരു പല്ലിയല്ലേ? പല്ലിയാ? ചെറുപ്പം തൊട്ട് എനിക്ക് പല്ലിയെ പേടിയാ. പോയല്ലോ. അഞ്ജലി ഇനി തറയിൽ കിടക്കണ്ട, കട്ടിൽ കിടന്നാ മതി. അത് വേണ്ട, പ്രസാദേട്ടൻ കട്ടിലേ കിടന്നാ മതി, ഞാൻ തറയിൽ കിടന്നോളാം. വേണ്ട, താനും ഞാനും ഇനി കട്ടിൽ തന്നെ കിടക്കുന്നേ. നമ്മുടെ സങ്കല്പത്തിൽ കല്യാണം എന്നത് എല്ലാം പകുത്തു കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണല്ലോ. ജീവിതം മുതൽ സർവ്വതം. നമ്മുടെ കല്യാണം ഒരു അഭിനയം ആയതുകൊണ്ട് നമ്മൾ പക്ഷെ ഒന്നും പകുത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും തൽക്കാലം ഒരു ഗെയിം ചേഞ്ച് പ്ലാനിംഗ് ആണ്. നമ്മൾ ഈ രാത്രി മുതൽ ഈ കട്ടിൽ പങ്കിട്ടെടുക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.